നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ CDSന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പ് വിപുലമായ പരിപാടികളോടെ സമാപനം കുറിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പ് വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. രണ്ടാം ദിവസമായ ഇന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് ക്യാമ്പിന് സമാപനമായത്. പഞ്ചായത്തിന്റെ ആവശ്യകത, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് ചാർട്ടുകളുടെ സഹായത്തോടെ അവതരിപ്പിച്ച പഠന ക്ലാസുകൾ ക്യാമ്പിന്റെ പ്രധാന ആകർഷണമായി. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൈബർ സെക്യൂരിറ്റി ആൻഡ് മൊബൈൽ ഫോൺ ഉപയോഗം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് അർച്ചന ക്ലാസ് നയിച്ചു. ഫോണിലെ ചാർജ് കഴിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവുമ്പോൾ അല്ലേ? വെരി ഗുഡ്. മൊബൈല് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? മൊബൈൽ തന്നെയാണ്, സംശയമില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. കൊറോണ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കൊറോണ ഏത് സമയത്ത് 19-20 കൊറോണ ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് മുൻപ്, കൊറോണ എല്ലാരും കേൾക്കണേ, കഥ പറയണേ. കൊറോണയ്ക്ക് മുൻപ് ഒരാൾ സംസാരിക്കുമ്പോ, മൈക്കിലോ അല്ലാതെയോ നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോ അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം, മനസ്സിലാക്കാം ഒക്കെ പറ്റും. കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ 13 മിനിറ്റ് ആണ് ഒരാൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോ എന്താ എന്താ കാരണം? അതാ ഞാൻ ചോദിക്കാൻ വന്നേ. പറ, എന്താ കാരണം? എന്താ കാരണം? 13 മിനിറ്റിലധികം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം നമുക്ക് ഒരാളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും കാരണം? ശ്രദ്ധയില്ലാതിരിക്കാൻ എന്താ കാരണം? ഞാനിവിടെ ഒരു 13 മിനിറ്റ് സംസാരിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ അതിൽ കൂടുതൽ സംസാരിക്കും. 13 മിനിറ്റ് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല. എന്തായിരിക്കും കാരണം? കൊറോണയ്ക്ക് ശേഷം കേട്ടോ, മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ 1 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിച്ചാലും നിങ്ങൾ എന്നെ കേൾക്കും, നിങ്ങൾ എന്നെ മനസ്സിലാക്കും, ശ്രദ്ധിക്കും ഒക്കെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. 13 മിനിറ്റിലധികം ഉയർന്ന IQ ഉള്ള ഒരാൾക്കും നല്ല ബുദ്ധിയും ശ്രദ്ധയും ഒക്കെയുള്ള ഒരാൾക്ക് പോലും 13 മിനിറ്റിലധികം ഒരാളെ കേൾക്കാൻ സാധിക്കുന്നില്ല. സുധ ക്ലാസ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. കൂടാതെ ജൂൺ 21 ലോക യോഗ ദിനത്തോടനുബന്ധിച്ച് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കായി പ്രത്യേക യോഗ പരിശീലനവും നടന്നു. അർജുൻ കുട്ടികൾക്ക് യോഗാസനങ്ങൾ പരിശീലിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും ഹാപ്പിയാണോ? നല്ല സന്തോഷമുണ്ടോ? നിങ്ങൾ പരസ്പരം എല്ലാവരും കൂട്ടുകാരായോ? കൂട്ടുകാരൊക്കെ ആയില്ലേ? ഇന്നലെ പറഞ്ഞതിന്റെ ഓർമ്മയില്ലേ? അത് പ്രാവർത്തികമാക്കണം കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് വേണ്ടേ? നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങളുണ്ട്, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിലും ഈ പ്രായത്തിൽ നേരിടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നിയമ അപ്പോ ആ നിയമങ്ങളെ കുറിച്ച് നമുക്കൊന്നും മുഴുവൻ അറിയില്ല. അറിയോ? അപ്പൊ അതിന് ഈ അഡ്വക്കേറ്റുമാരുണ്ട് ഇല്ലേ? നമ്മുടെ രാജ്യത്ത് കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനൊക്കെ എന്തിനാ? കള്ളന്മാരെ പിടിക്കാൻ. അപ്പൊ പോലീസ് സ്റ്റേഷൻ എന്താ? നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ പിടിച്ചുകൊണ്ടുപോകും. പിടിച്ചുകൊണ്ടേ എന്ത് ചെയ്യും?
ചിലതിന് ഫൈൻ അടച്ചു കൊടുക്കും, ചിലതിന് ചോറിലോണ്ട് 2 അടിയായിരുന്നു. CDS ചെയർപേഴ്സൺ നിഷ അർജുൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ശ്രീഷ്മ സുരേഷ് നന്ദി രേഖപ്പെടുത്തിയതോടെ ദ്വിദിന ക്യാമ്പിന് ഔദ്യോഗികമായി സമാപനമായി. CCV ന്യൂസ് ചേലക്കര.